ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശിവാനിയുടെ ഗർഭം പൊളിയുന്ന ആ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ശിവാനിക്ക് മിഥുൻ വിളിക്കാണ്. ശിവാനി ആണെങ്കിലോ ആ സമയം തൻ്റെ ഗർഭം ഇനിയിപ്പോൾ എന്തായാലും എല്ലാവരും കണ്ടെത്തും, ഈശ്വര താൻ പെട്ടുപോകും, അതിനൊരു പോംവഴി കണ്ടെത്തണം, അതിന് ഏക വഴി തനിക്ക് തൻ്റെ മനസ്സിലുള്ളത് ഇത് തന്നെ, അതായത് തൻ്റെ വയറ് വലുതാവേണ്ട സമയമായി തുടങ്ങി, വയറ് വീർത്തില്ല എങ്കിൽ എല്ലാവരും പിന്നെ കുഞ്ഞു വയറ്റിലില്ല എന്ന ആ ചോദ്യം പറയും. അത് പറയാൻ പാടില്ല. അതിന് ഏറ്റവും ബെറ്റർ താൻ എന്ത് ചെയ്യണം, വയറ് കെട്ടുക, പാഡ് കെട്ടുക എന്നുള്ള ആ ഒരു തീരുമാനം തന്നെ അങ്ങനെ ശിവാനി എടുക്കണം കേട്ടോ. അങ്ങനെ ശിവാനി ആരും അറിയാതെ തൻ്റെ വയറിൽ ഇങ്ങനെ പാഡ് കെട്ടിയിട്ട് ഇത്ര വീർപ്പുള്ളത് വേണ്ട, കുറച്ച് കുറഞ്ഞത് മേടിക്കാല്ലേ, അതായിരിക്കും നല്ലത്, ഇത്ര വീർത്തത് മേടിച്ചാൽ അതും ബുദ്ധിമുട്ടാണല്ലോ ഈശ്വര, ഇനി എന്ത് ചെയ്യും. ആ സമയമാണ് ശിവാനിയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. ശിവാനി ഉടൻ തന്നെ ആ ഫോൺ എടുക്കാണ്. ഉടൻ തന്നെ ശിവാനി ഹലോ ഇത് എന്ന് ചോദിക്കുമ്പോൾ ഇത് ഞാനാണ് മിഥുൻ എന്ന് പറയാൻ കേട്ടോ. മിഥുനോ, എന്താ നീ എൻ്റെ ഫോണിലോട്ട് വിളിച്ചത്? ഞാൻ വിളിക്കുമ്പോൾ നീ ഫോൺ എടുക്കില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് പല നമ്പറുകളിൽ നിന്നായി ഞാൻ വിളിക്കും എന്ന് പറഞ്ഞിട്ട് ശിവാനി അങ്ങ് കൊടുക്കണം കേട്ടോ. അങ്ങനെ ശിവാനി എടുത്തത് എന്തിനാ എന്നുള്ള ആ ഒരു ടെൻഷനോട് കൂടി ശിവാനി നിൽക്കണം കേട്ടോ. ഇതേ സമയം ശിവാനിയോട് മിഥുൻ പറയാണ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് പണം വേണം. അയ്യോ, നിനക്ക് എത്ര തവണയായി ഞാൻ പണം തരുന്നത്, എന്നാൽ നിന്റെ ഗർഭനാടകം അങ്ങ് പൊളിച്ചേക്ക്, പിന്നെ നീ എനിക്ക് പണം തരണ്ട. ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഞാൻ ആവശ്യപ്പെടുന്ന ആ സമയങ്ങളിലൊക്കെ നീ എനിക്ക് പണം തരണമെന്ന്. തന്നിട്ടില്ല എങ്കിൽ ഈ പറയുന്നത് പോലെ നിന്റെ ഗർഭനാടകം ഞാൻ പൊളിക്കുമെന്ന് പറയുന്നിട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അങ്ങ് ശിവാനി പറയുന്നുണ്ട്, എന്തിനാണ് നീ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ നിനക്ക് എത്ര പണം തന്നു, എന്നിട്ടും നീ എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ ഉപദ്രവിക്കുന്ന കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ, എനിക്ക് പണം വേണം. ഒരുപാട് കാലം നീ എന്നിൽ നിന്ന് ഒരുപാട് പണം വാങ്ങിച്ചിട്ടുണ്ട്, അതിന് മറുപടി തരണം. ഇതാ ഞാൻ നിന്റെ വീട്ടുമുറ്റത്തുണ്ട്, ഇപ്പോ ഈ നിമിഷം നീ എനിക്ക് മുൻപിൽ വരികയാണെങ്കിൽ തീർച്ചയായും നിന്റെ വീട്ടിലോട്ട് ഞാൻ കടക്കത്തില്ല, അതല്ല എങ്കിൽ നിന്റെ വീട്ടിലോട്ട് ഞാൻ ഇപ്പൊ എത്തും എന്ന് പറയാനിട്ടോ. ഇതങ്ങ് കേൾക്കുന്നതിനോട് കൂടി ശിവാനി അയ്യോ നീ എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ, എന്റെ കയ്യിൽ പണമില്ല, പണത്തിന് പകരം ഞാൻ വേറൊരു സാധനം തന്നാൽ നീ വാങ്ങുമോ? സ്വർണമാണോ? അത് ആണ്. എന്നാ സ്വർണം വന്നാൽ നീ വാങ്ങുമോ? തീർച്ചയായും ഞാൻ വാങ്ങും, സ്വർണം തന്നാൽ ഞാൻ വാങ്ങും എന്ന് പറയാനിട്ടോ. അങ്ങനെ മിഥുന് പറയാണ് എന്നാ വാ എന്ന് പറയണേ, കുറച്ചു നേരം നീ വെയിറ്റ് ചെയ്യോ? ആ വെയിറ്റ് ചെയ്യാം എന്ന് പറയാനിട്ട. അങ്ങനെ ഈ ഒരു ശിവാനി പറഞ്ഞത് പ്രകാരം ശിവാനി തൻ്റെ സ്വർണ്ണാഭരണ പെട്ടി എടുക്കുകയാണ്. അതിൽ നിന്നും 3-4 വളകൾ എടുത്തിട്ട് ശിവാനി തൻ്റെ ബാഗിലാക്കുന്നുണ്ട്. എന്നിട്ട് ഇവനെ കൊണ്ടുള്ള ശല്യം ഈശ്വര അത് എങ്ങനെ തീർക്കുമെന്ന് എനിക്കറിയില്ലല്ലോ, എന്തായാലും ഇത്തവണ ഇവന് സ്വർണം കൊടുക്കാം, ഇതോടുകൂടി ഇവന്റെ ശല്യം ഞാൻ അങ്ങ് തീർക്കും എന്ന തീരുമാനത്തോടു കൂടി തന്നെയാണ് കേട്ടോ ശിവാനി മുന്നിട്ട് പോകുന്നത്. അങ്ങനെ ശിവാനി എന്ത് ചെയ്യുന്നു, ഇവനെ ഇന്നത്തോടുകൂടി ഇല്ലാതാക്കണം എന്ന തീരുമാനത്തോടു കൂടി ശിവാനി പുറത്തിറങ്ങാണ്. അങ്ങനെ സ്റ്റെയറിൽ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് പാറു ആണെങ്കിൽ ടാബിൾ ഇങ്ങനെ തുടക്കുന്ന ഒരു സമയമായിരിക്കട്ടെ. അപ്പൊ ശിവാനി ഇങ്ങനെ വരുന്നുണ്ട്. പെട്ടെന്ന് ശിവാനിയുടെ സാരിത്തുമ്പിൽ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്ന ആ സ്വർണ്ണ തന്റെ കൈകളിൽ നിന്ന് അങ്ങ് വീഴാനിട്ടോ. ഇതോടുകൂടി പാറു ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച ശിവാനി ഇങ്ങനെ വളകൾ പെറുക്കിയെടുക്കുന്ന കേട്ടോ. അങ്ങനെ പാറു അവിടെ നിന്നോടത്ത് തന്നെ നിൽക്കും. ഇവളെന്ത് കാണിക്കുന്നു അതറിയണല്ലോ, അത് എല്ലാവരുടെയും ആവശ്യമാണ്. ഇവളൊരു താടകയാണ്. പക്ഷെ എൻ്റെ മകന് മാത്രം ആ സത്യം മനസ്സിലാക്കുന്നില്ല. എന്നാൽ എൻ്റെ മകനെ ആ സത്യം ഇനി തിരിച്ചറിയിച്ചു കൊടുക്കണം, അത് എൻ്റെ കടമയാണ്. എൻ്റെ കുഞ്ഞ് ഗൗതമിനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട സ്ഥിതിക്ക് അവളെ ഞാൻ അങ്ങനെ അങ്ങ് വെറുതെ വിടില്ല എന്നുള്ള ആ തീരുമാനത്തോട് കൂടിയിട്ട് ശിവാനിയെ കൊടുക്കാൻ വേണ്ടി തന്നെ പാറു അവിടെ നിൽക്കണം കേട്ടോ. ഇതേ സമയം ശിവാനി എന്ത് ചെയ്യുന്നു, മിഥുന്റെ അടുത്തോട്ട് ഈ വളകൾ പെറുക്കിയിട്ട് അവിടെ നിന്നും പോകുമ്പോൾ പാറു ഒപ്പം പോവും. എന്നിട്ട് മാറി നിന്നിട്ടാണ് കേട്ടോ പാറു പോകുന്നത്. അങ്ങ് തിരിഞ്ഞു നിൽക്കും. എന്നിട്ട് ശിവാനി ആണെങ്കിലും റോട്ടിലോട്ട് ഓടിച്ചില്ല. അപ്പൊ ഗേറ്റിന് കുറച്ച് അപ്പുറത്തായിട്ട് ഇങ്ങനെ മിഥുൻ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ മിഥുന്റെ കൈകളിലോട്ട് ഈ വളകൾ വെച്ചു കൊടുക്കണം. ആ സമയം നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിനക്ക് ഈ ഗർഭത്തിന്റെ പേര് ഞാൻ എത്ര സ്വർണങ്ങൾ തന്നു, എത്ര പണം തന്നു, ഇനി എൻ്റെ കയ്യിൽ പണം ഉണ്ടാവണ്ടേ? ആഹാഹാ, നീ അങ്ങനെ പറയണ്ട. കാരണം നീ ഇന്ന് പാരുടെ ചെലവിലാണ് ജീവിക്കുന്നത്, എൻ്റെ ഭർത്താവിന്റെ ചെലവിൽ. അത് പറയാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല. നിന്റെ ഭർത്താവല്ല ആ കമ്പനി ഉണ്ടാക്കിയത്. ഇത്രയും കോടാനുകോടീശ്വരന്റെ സ്വത്തുക്കൾ ഉണ്ടാക്കിയത് അത് ഗൗതമാണ്. ഗൗതം ഉണ്ടാക്കിയ സ്വത്തുക്കളാണ്. ഗൗതമിന്റെ ചെലവിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ആ പാവത്തിനെ നീ ഇവിടെ നിന്നും ഇറക്കി വിട്ടിട്ട് നീ എല്ലാ സ്വത്തുക്കളും നിന്റെ കൈകളിലാക്കാം എന്ന് നീ ചിന്തിക്കുന്നു. ഒരിക്കലും നടക്കാത്ത കാര്യമാണ്, അത് നടക്കത്തില്ല എന്ന് പറയുന്നിട്ട. അത് കേൾക്കുന്നതിനോട് കൂടി ശിവാനി വീണ്ടും പറയുന്നുണ്ട്,
പ്ലീസ് മിഥുൻ, എൻ്റെ മാനസികാവസ്ഥ നീ മനസ്സിലാക്ക്, പ്ലീസ് മിഥുൻ, എൻ്റെ മാനസികാവസ്ഥ നീ മനസ്സിലാക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയം ഞാൻ മനസ്സിലാക്കില്ല, ഞാൻ ചോദിക്കുമ്പോൾ നീ എനിക്ക് പണം തരണം. നീ എന്ന താടകയെ കണ്ടുമുട്ടിയ അന്ന് മുതൽ എൻ്റെ ജീവിതം ഇന്ന് ഇങ്ങനെ ആയിത്തീർന്ന് അതിന് കാരണക്കാരൻ നീയാണ്, അതുകൊണ്ട് തന്നെ നീ എനിക്ക് പണം തരണമെന്ന് പറയണേട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ശിവാനി പിന്നെ ഒരു ശരി എന്ന് പറയണ. പക്ഷെ ആ സമയം പ്രണവ് പിറകിൽ നിന്നിട്ടുണ്ടാവും. അപ്പോൾ പ്രണവ് ഇങ്ങനെ പിറകിൽ നിൽക്കുന്നുണ്ട്. പ്രണവ് വണ്ടി തന്റെ വീട്ടിലോട്ട് തിരിക്കുന്ന സമയത്താണ് ഈ ശിവാനിയും മിഥുനും തമ്മിൽ സംസാരിക്കുന്നത് കാണുന്നത്. അങ്ങനെ പ്രണവ് ഇങ്ങനെ ഈ സംസാരം ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ പ്രണവ് എല്ലാം കേൾക്കണം. അപ്പോൾ ഉടൻ തന്നെ മിഥുൻ പറയുന്നുണ്ട്, ആഹാ നിന്റെ വയറ് വീർത്തിട്ടുണ്ടല്ലോ, ഇത്ര പെട്ടെന്ന് നിന്റെ വയറങ്ങ് വീർക്കേ? ഒരു 2-3 ആഴ്ചയായിട്ടുള്ളൂ ഗൗതം വീട് വിട്ടിറങ്ങിയിട്ട്, അപ്പോഴേക്കും നിന്റെ വയറങ്ങ് വീർത്തോ എന്ന് പറയണേ. നിന്റെ കള്ളത്തരങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ല കഴിവുള്ള വ്യക്തി ഈ പറയുന്ന നിധിയാണ്. അവളെ നീ മനഃപൂർവ്വം ഇവിടെ നിന്ന് അടിച്ചിറക്കി, എന്നിട്ട് നിന്റെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാതിരിക്കാനുള്ള പരിപാടിയാണല്ലേ ഈ വയറ് വെച്ച് കെട്ടൽ എന്നൊക്കെ ഇങ്ങനെ വയറ്റത്ത് നോക്കി പറയുമ്പോൾ ശിവാനി തന്നെ വയറിങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ. നിനക്ക് എന്താടാ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കേട്ടിട്ട് പ്രണവാകെ ഞെട്ടിപ്പോവാണ്. പ്രണവിനെ അംഗീകരിക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിൽ പ്രണവിനെ നിൽക്കണം കേട്ടോ. പിന്നീട് പാറു ആണെങ്കിലോ ഇവള് ഈ സംസാരിക്കുന്നതെല്ലാം പാറു നിന്ന് കേൾക്കുന്നുണ്ട്. പാറു കുറച്ചൊക്കെ കേൾക്കുള്ളൂ, ഫുള്ളായിട്ട് പാറുവിന് കേൾക്കാൻ പറ്റത്തില്ല. അങ്ങനെ പാറു ശിവാനി കയറി വരുമ്പോൾ ശിവാനി ഈ ഒരു സ്വർണം കൊടുത്ത് ശിവാനി ഇങ്ങനെ പാട്ടൊക്കെ പാടി കയറി വരികയാണ് കേട്ടോ. അപ്പോൾ അടുത്ത തവണ ഇവൻ എന്ന വ്യക്തി ഉണ്ടാവില്ല, ഇവനെ ഞാൻ കൊന്നിരിക്കുമെന്ന തീരുമാനത്തോടു കൂടിയാണ് കേട്ടോ അവിടെ നിന്നും ശിവാനി ഈ സാധനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടാവും. അതായത് ഈ സ്വർണമെല്ലാം കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ മിഥുനെ കൊല്ലാം എന്നുള്ള തീരുമാനത്തോട് കൂടി കയറി വരുമ്പോഴാണ് പാറു നിൽക്കടി എവിടെ എന്ന് പറഞ്ഞിട്ടുള്ള ആ വിളി ഉയരുന്ന കേട്ടോ. ഇത് കേട്ട ഉടനെ തിരിഞ്ഞു നോക്കാണ്. എന്താ ആവശ്യം? അതെ, നീ എൻ്റെ മകനെ ഉതന്ത്രങ്ങൾ ചെയ്ത് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതും പോരാ, എന്നിട്ട് ഇപ്പൊ നീ ഈ കള്ളനാടകം കളിക്കുന്നോ? നീ ആ മിഥുന് എന്തിനാടി സ്വർണം കൊടുത്തത്? അത് എൻ്റെ ഇഷ്ടം, എൻ്റെ സ്വർണമാണ്. അത് നിങ്ങളെന്താ? ഞാൻ നിന്റെ കണ്ണുകൊണ്ട് കണ്ടതാടി. നീ എന്തിനാടി ഇവിടെയുള്ള സ്വർണം കൊടുത്തത്? അവനുമായി നീ എന്തിനാ ഇപ്പൊ കൂട്ട്? എന്റെ മകനെ നീ പറ്റിക്കുകയായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് ഒച്ചയെടുത്തങ്ങ് അടിക്കാൻ ഒരുങ്ങാൻ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നുണ്ട് പാറു. അപ്പോൾ ഉടനെ ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എന്റെ ദേഹത്ത് തൊട്ടാൽ ഞാൻ ആരാണെന്ന് ശരിക്കും നിങ്ങൾ അറിയും. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, എന്റെ ദേഹത്ത് തൊട്ടുള്ള കളി നിങ്ങൾക്ക് വേണ്ട എന്നും പറഞ്ഞിട്ട് പാറുവിനെ ഇങ്ങനെ തള്ളി മാറ്റുന്ന സമയത്താണ് പ്രണവ് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. പ്രണവ് അങ്ങ് വന്നിട്ട് എന്താടി നീ കാണിക്കുന്നത്? എന്റെ പ്രണവ്, ഈ പാറു, ഈ അമ്മ, നിന്റെ അമ്മയ്ക്ക് എന്നെ എപ്പോഴും സംശയമാണ്. എന്റെ അമ്മക്കല്ലേ, എനിക്കും സംശയമുണ്ടടി. നീ എന്താടി എല്ലാവരും ഏത് സമയത്തും നിനക്ക് പറ്റിക്കുക എന്നൊരു തോന്നലുണ്ട്. നീ എന്തിനാടി ഞങ്ങളെ എല്ലാം ഇത്രയും നുണകൾ പറഞ്ഞ് പറ്റിച്ചിരിക്കുന്നത്? അപ്പൊ ഇത് കേട്ട ഉടനെ പ്രണവ്, നീ നിന്റെ അമ്മ പറയുന്നത് പോലെ നീ എന്നെ അവിശ്വസിക്കരുത്, നീ എന്നെ വിശ്വസിക്കണം. ഞാൻ നിന്നെ വിശ്വസിക്കണടി, ഇല്ലാത്ത ഗർഭത്തിന്റെ പേരിൽ ഞാൻ വിശ്വസിക്കണം. അത് കേൾക്കുന്ന പാറു, എന്താ മോനെ നീ പറഞ്ഞത്? ഇല്ലാത്ത ഗർഭം? അതെ അമ്മേ, ഇവൾ ഇല്ലാത്ത ഗർഭമാണ്. ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞല്ല, പിന്നെ ഇവളുടെ വയറ് വീർത്തിരിക്കുന്നത് എന്താ? അത് കേട്ട ഉടനെ ഇവള് പാഡ് വെച്ച് കെട്ടിയിരിക്കുകയാണ് എന്നും പറഞ്ഞ് പ്രണവ് ഒരൊറ്റ വലിയ അങ്ങ് വലിക്കാണ് കേട്ടോ. ഇതോടുകൂടിയിട്ട് അങ്ങ് പാറു ഞെട്ടിപ്പോവാണ്. അപ്പോ ഇങ്ങനെ പ്രണവ് പറയുന്നുണ്ട്, ഇനി നീ എന്റെ ജീവിതത്തിൽ വേണ്ട, ഇനി എന്റെ ജീവിതത്തിൽ നീ ഉണ്ടായ എന്റെ ജീവിതം തകർന്നു പോകും, അതുകൊണ്ട് ഇറങ്ങടി ഇവിടെ നിന്നും എന്ന് പറഞ്ഞിട്ട് ശിവാനിയെ കഴുത്തിന് പിടിച്ചിട്ട് രണ്ടുപേരും കൂടി പുറത്തോട്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് ലഭിക്കും കേട്ടോ.